നമസ്കാരം. നിങ്ങൾ PM കിസാൻ അഥവാ പ്രധാനമന്ത്രിയുടെ 2000 രൂപ കൃഷി ഓഫീസ് വഴി നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ തീർച്ചയായും നിർബന്ധമായി നിങ്ങൾ കണ്ടിരിക്കണം. ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ സാറ് നിങ്ങളോട് സംസാരിക്കും. ശ്രദ്ധാപൂർവം കണ്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങളത് ചെയ്ത് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കണം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. PM കിസാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓർഡർ കേരള കൃഷി വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഗുണഭോക്താക്കളായിട്ടുള്ള എല്ലാവരും അക്ഷയ കേന്ദ്രം വഴിയോ കൃഷി വകുപ്പിന് കീഴിലുള്ള ആശ്രയ കേന്ദ്രം വഴിയോ കൃഷിഭവൻ വഴിയോ സ്വന്തമായോ ഇത് പൂർത്തീകരിക്കേണ്ടതാണ്. നേരത്തെ കൃഷിസ്ഥലം വെരിഫിക്കേഷനും KYCയും ചെയ്തതാണെങ്കിലും വീണ്ടും KYC ചെയ്യേണ്ടതുണ്ട്. നിലവിൽ വെബ്സൈറ്റിൽ ഈ ടാബ് ലഭ്യമല്ല. ആയതിനാൽ മറ്റൊരു രീതിയിലാണ് KYC പൂർത്തീകരിക്കേണ്ടത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ബട്ടണിൽ PM കിസാൻ GOI എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. കൂടാതെ ആധാർ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മുകളിൽ കാണുന്ന രീതിയിൽ തെളിഞ്ഞു വരുന്ന കോളത്തിൽ ടിക്ക് മാർക്ക് നൽകി പ്രൊസീഡ് ചെയ്യുക. ശേഷം PM കിസാൻ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ ചോദിക്കും. വൈൽ യൂസിങ് ആപ്പ്, നെക്സ്റ്റ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് നൽകുക. തുടർന്ന് OK നൽകി ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ഷൻ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് ഗുണഭോക്താവിൻ്റെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. ശേഷം ഫേഷ്യൽ KYC ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഫേഷ്യൽ സ്കാൻ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് നൽകി ഫേസ് സ്കാൻ സെലക്ട് ചെയ്യുക. ചില സമയങ്ങളിൽ എറർ കാണിക്കും. വീണ്ടും ആവർത്തിക്കുക. ക്യാമറ തുറന്നു വരും. താഴെ ഇടത് സൈഡിൽ പിൻഭാഗത്തെ ക്യാമറയിലേക്ക് മാറ്റാവുന്നതും ഗുണഭോക്താവിൻ്റെ മുഖം വൃത്തത്തിനകത്ത് വരുന്ന രീതിയിൽ ക്രമീകരിക്കുകയും കണ്ണ് അടച്ചു തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. തുടർന്ന് 6 അക്ക പിൻ ആവർത്തിച്ച് സെറ്റ് ചെയ്ത് നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് KYC ഫോർ അതർ ബെനിഫിഷ്യറി സെലക്ട് ചെയ്ത് മുന്നേ നൽകിയ ആധാർ വിവരങ്ങൾ നൽകുക. സെർച്ച് ബട്ടൺ അമർത്തുക. കർഷകൻ്റെ വിവരങ്ങൾ പരിശോധിച്ച് സ്റ്റാർട്ട് KYC. നേരത്തെ നൽകിയ 6 അക്ക പിൻ നൽകി സബ്മിറ്റ് ചെയ്യുക. വീണ്ടും നേരത്തെ ചെയ്ത പോലെ ഫേസ് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറകിൽ ആളുകൾ വരാതിരിക്കുകയും വെളിച്ചമുള്ള സ്ഥലം ഉപയോഗിക്കുകയും ചെയ്യുക. പരാജയപ്പെടാൻ വീണ്ടും ആവർത്തിക്കുക. ഗുണഭോക്താവിൻ്റെ പേരിനോടൊപ്പം KYC പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ള മെസ്സേജ് വരുന്നവരെ ഈ പ്രവർത്തനം തുടരേണ്ടതാണ്. ഇതോടുകൂടി KYC പ്രോസസ്സ് പൂർത്തീകരിച്ചു. KYC ഫോർ അതർ ബെനിഫിഷ്യറീസ് ടാബ് ഉപയോഗിച്ച് മറ്റ് ഗുണഭോക്താക്കൾക്ക് കൂടി ഈ ലോഗിനിൽ നമുക്ക് KYC ചെയ്തു നൽകാവുന്നതാണ്. പിനായി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത 6 അക്ക പിൻ നമ്പർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇതേപോലെ മെസ്സേജ് വന്നാൽ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാം. കൂടാതെ കൃഷിസ്ഥലം വെരിഫിക്കേഷനും ബാങ്ക് സീഡിങ്ങും യെസ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ കേട്ടല്ലോ, ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്ത എത്രയും വേഗം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത ന്യൂസിനായി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.